കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. ആറാം വിരൽ മുറിച്ചു മാറ്റാനെത്തിയ 4 വയസ്സുകാരിയുടെ നാവിൻ തുമ്പ് മുറിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയാണ് കുട്ടി. കുഞ്ഞിൻ്റെ നാവിനും പ്രശ്നമുണ്ടായിരുന്നുവെന്നും തെറ്റിദ്ധരിച്ച് ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നുവെന്നുമാണ് വിശദീകരണം. സാനിയോ മനോമി വിശദാംശങ്ങളുമായി. സാനിയോ, എന്താണ് കേൾക്കുന്നത്? നികേഷ്, അതായത് ഈ കുഞ്ഞിന് 6 വിരലുകൾ ഉണ്ടായിരുന്നു. അതിൽ 6ാമത്തെ വിരൽ മുറിക്കാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. പക്ഷെ കുഞ്ഞ് വലിയ ബഹളത്തിൽ കരയുന്ന സമയത്ത് നാവിനും കുഞ്ഞിന് അല്പം പ്രശ്നമുണ്ടായിരുന്നു എന്ന് കണ്ട് നാവിന്റെ തുമ്പ് മുറിച്ചു മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. പക്ഷെ അത് ഗുരുതരമായ ചികിത്സാ പിഴവാണ്. കാരണം കൈവിരൽ മുറിക്കേണ്ടതിന് പകരം നാവിന്റെ തുമ്പ് മുറിക്കുക എന്ന് പറയുന്നത് ഒരു കാലത്തും എവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ അവിടുത്തെ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നാവിന് ചെറിയ മടക്കുണ്ടായിരുന്നു, ആ മടക്കും ശസ്ത്രക്രിയ ചെയ്ത് മാറ്റേണ്ടത് തന്നെയാണ്, അതുകൊണ്ടായിരിക്കണം അങ്ങനെ സർജറി ചെയ്തു പോയത് എന്നാണ്. പക്ഷേ കൃത്യമായി ഈ മെഡിക്കൽ റെക്കോർഡ്സിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കൈവിരലാണ് മുറിക്കേണ്ടത് എന്നൊക്കെ. എന്നാലും എന്തുകൊണ്ട് നാവിന് മുറിക്കേണ്ടി വന്നു എന്നുള്ള സാഹചര്യത്തിന് ഒരു വിശദീകരണവും ഡോക്ടർമാർക്ക് നൽകാനാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയം പഠിച്ചു വരികയാണെന്നും ഉടൻ തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാമെന്നുമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ കുഞ്ഞിനാണ് ഇത്തരത്തിൽ വലിയ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 6ാമത്തെ വിരൽ മുറിച്ചു മാറ്റേണ്ടതിന് പകരം കൈവിരലിലെ 6ാമത്തെ വിരൽ മുറിച്ചു മാറ്റേണ്ടതിന് പകരമാണ് നാവിന്റെ മടക്ക്, അത് ചെറുനാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് 2 ശസ്ത്രക്രിയകളും നടത്തിയതിനു ശേഷം കുഞ്ഞിനെ വിട്ടയച്ചു എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. കുഞ്ഞിപ്പോൾ ആരോഗ്യവതിയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് വലിയ തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവാണ് എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തത അധികൃതർ നൽകുന്നുണ്ടോ? അതായത് ഈ 2 ചികിത്സയും ഒന്നിച്ച് നടത്താൻ, 2 സർജറിയും ഒന്നിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നോ? അതിന് ബന്ധുക്കളുടെ ഒപ്പ് ആ പറയുന്ന രേഖയിലുണ്ടോ? സാധാരണഗതിയിൽ ശസ്ത്രക്രിയക്ക് മുമ്പ് ബന്ധുക്കളുടെ ഒപ്പുണ്ടാവുമല്ലോ. ആ രേഖയിൽ ഈ ചെറുനാക്ക് മുറിച്ചു മാറ്റണം എന്നുള്ളത് തീരുമാനമായിരുന്നോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ അതിന് സമ്മതിച്ചിരുന്നോ? അതോ ഡോക്ടർക്ക് തോന്നി അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്തതാണോ? അല്ല, ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നതേ ഇല്ല. അതായത് തീരുമാനം ഉണ്ടായിരുന്നത് 6ാമത്തെ വിരൽ മുറിച്ചു മാറ്റാൻ മാത്രമാണ്. പക്ഷേ ഈ കുഞ്ഞ് കരയുമ്പോൾ ചെറുനാക്ക് കണ്ടു, അപ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ട് അത് ചെയ്തു എന്നൊക്കെയുള്ള ഒരു വിശദീകരണമാണ്, ഒട്ടും തൃപ്തികരമല്ലാത്ത വിശദീകരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. ഇവരുടെ ഒന്നും, അതായത് രക്ഷിതാക്കളുടെ ഒന്നും സമ്മതം ഉണ്ടായിരുന്നില്ല ഈ ചെറുനാക്ക് മുറിച്ചു മാറ്റാനുള്ളത്. അതും ചെയ്യേണ്ട ശസ്ത്രക്രിയ ആയിരുന്നു, പക്ഷെ പിന്നീട് ഒരിക്കൽ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ വിശദമാക്കുന്നത്. പക്ഷേ ചെറുവിരൽ, അതായത് 6ാമത്തെ വിരൽ മുറിച്ചു മാറ്റാൻ മാത്രമാണ് രക്ഷിതാക്കളുടെ അടക്കം സമ്മതവും ഈ പറയുന്നത് പോലെ ഒപ്പിട്ട് നൽകലും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ആ ചീട്ട്, അതായത് സ്വാഭാവികമായ ഒരു ചീട്ടുണ്ടാകും, അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എവിടെയാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എന്നൊക്കെ. അതുപോലും പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടന്നത് എന്നത് ഗുരുതരമായ കാര്യം തന്നെയാണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകാത്ത തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ ഉടൻ തന്നെ പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളെ നമ്മൾ കണ്ടെത്തുകയാണ്, അവർ ഉടൻ തന്നെ പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വിവരം നമുക്ക് നൽകുന്നത് മെഡിക്കൽ കോളേജിലെ അധികൃതർ തന്നെയാണെന്നതാണ് മറ്റൊരു കാര്യം. രക്ഷിതാക്കളല്ല, മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിച്ചു എന്ന കാര്യം പറയുന്നത്. ഏതായാലും ഈ പിഴവ് സംഭവിക്കാൻ കാരണക്കാരായ എല്ലാ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 4 വയസ്സുകാരിയായ ചെറിയൊരു കുഞ്ഞിനാണ് 6ാമത്തെ കൈവിരൽ മുറിച്ചു മാറ്റുന്നതിന് പകരം ചെറുനാക്ക് മുറിച്ചു മാറ്റുന്ന തരത്തിലുള്ള ഗുരുതരമായ ശസ്ത്രക്രിയാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഒരു ചെറിയ കുട്ടിയുടെ 6ാം വിരൽ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ശസ്ത്രക്രിയ നിശ്ചയിക്കുക. അപ്പോൾ കുട്ടി കരയുന്നു. കുട്ടി കരയുമ്പോൾ ചെറുനാക്ക് കാണുന്നു, ഉടനെ അതും മുറിച്ചു മാറ്റുന്നു എന്നുള്ള നിലയിലാണ് മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഗുരുതരമായ ആക്ഷേപമാണ്. അക്കാര്യത്തിൽ വിശദമായ വാർത്തകൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും, പ്രതികരണങ്ങൾ ലഭ്യമാക്കാൻ